ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് PSC സാധാരണ ചോദിക്കുന്ന തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ്. ഇന്ന് ഈ വീഡിയോയിൽ 50 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടും. എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ്. ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് ഡോക്ടർ രാജാ രമണ. കൊച്ചിൻ സാഗ എന്ന കൃതി രചിച്ചതാര്? കൊച്ചിൻ സാഗ എന്ന കൃതി രചിച്ചതാര്? റോബർട്ട് ബ്രിസ്റ്റോ. ഗോറ എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ്. ഗോറ എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ് ടാഗോർ. കേരള തുളസിദാസ് എന്നറിയപ്പെടുന്ന കവി ആരാണ്? കേരള തുളസിദാസ് എന്നറിയപ്പെടുന്ന കവി ആരാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ലാൻഡ് ഓഫ് ഗ്രേസ് എന്ന് വിശേഷിക്കപ്പെടുന്ന സ്ഥലം. ലാൻഡ് ഓഫ് ഗ്രേസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം വെനസ്വലെ. കൊട്ടാരങ്ങളുടെ നഗരം എന്ന് വിശേഷിക്കപ്പെടുന്ന സ്ഥലം. കൊട്ടാരങ്ങളുടെ നഗരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം കൊൽക്കത്ത. പുന്നപ്പറ വയലാർ സമരം പ്രമേയമാക്കിയ തകഴിയുടെ നോവൽ. പുന്നപ്പറ വയലാർ സമരം പ്രമേയമാക്കിയ തകഴിയുടെ നോവൽ തലയോട്. കടലിനടിയിലൂടെ ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽവേ ടണൽ. കടലിനടിയിലൂടെ ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽവേ ടണൽ ചാനൽ ടണൽ. ഒമാന്റെ തലസ്ഥാനം ഏതാണ്? ഒമാന്റെ തലസ്ഥാനം ഏതാണ്? മസ്കറ്റ്. ലെനിൻഗ്രാഡിന്റെ പുതിയ പേര്. ലെനിൻഗ്രാഡിന്റെ പുതിയ പേര് സെന്റ് പീറ്റേഴ്സ്ബർഗ്. വിക്രമശില സർവകലാശാലയുടെ സ്ഥാപകനായ പാലാ രാജാവ് ആര്? വിക്രമശില സർവകലാശാലയുടെ സ്ഥാപകനായ പാലാ രാജാവ് ആര്? ധർമ്മപാലൻ. നിലവിൽ വിക്രമശില സർവകലാശാലയുടെ അവശിഷ്ടങ്ങൾ ഏതു സംസ്ഥാനത്താണുള്ളത്? നിലവിൽ വിക്രമശില സർവകലാശാലയുടെ അവശിഷ്ടങ്ങൾ ഏതു സംസ്ഥാനത്താണ് ഉള്ളത്? ബീഹാർ. AD 1200 വിക്രമശിലയെ ആക്രമിച്ചു നശിപ്പിച്ചത് ആര്? AD 1200 വിക്രമശിലയെ ആക്രമിച്ച് നശിപ്പിച്ചത് ആര്? ബക്തിയാർ ഖിൽജി. ബംഗാളിലെ ആദ്യ ബുദ്ധരാജാവ് എന്നറിയപ്പെടുന്നത് ആര്? ബംഗാളിലെ ആദ്യ ബുദ്ധരാജാവ് എന്നറിയപ്പെടുന്നത് ആര്? ഗോപാല. ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൻ്റെ സംരക്ഷകരായിരുന്ന രാജവംശമേത്? ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൻ്റെ സംരക്ഷകരായിരുന്ന രാജവംശമേത്? സോളങ്കികൾ. സോളങ്കികളുടെ തലസ്ഥാനം ഏതായിരുന്നു? സോളങ്കികളുടെ തലസ്ഥാനം ഏതായിരുന്നു? അൻഹിൽവാഡ. ഏതു പ്രദേശത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള പ്രാചീന കൃതിയാണ് ചാപ്സ്നാമ? ഏതു പ്രദേശത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള പ്രാചീന കൃതിയാണ് ചാച്നാമ? സിന്ധ്. കാർക്കോട രാജവംശം ഇന്ത്യയിലെ ഏതു പ്രദേശമാണ് ഭരിച്ചിരുന്നത്? കാർക്കോട രാജവംശം ഇന്ത്യയിലെ ഏതു പ്രദേശമാണ് ഭരിച്ചിരുന്നത്? കാശ്മീർ. രാഷ്ട്രകൂടവംശം സ്ഥാപിച്ച ഭരണാധികാരി ആര്? രാഷ്ട്രകൂടവംശം സ്ഥാപിച്ച ഭരണാധികാരി ആര്? ദന്തി ദുർഗൻ. എലോറയിലെ കൈലാസനാഥ ക്ഷേത്രം, എൽഫാൻഡ ഗുഹയിലെ ശില്പങ്ങൾ എന്നിവ നിർമ്മിക്കപ്പെട്ടത് ഏതു രാജവംശത്തിൻ്റെ കാലത്താണ്?
എലോറയിലെ കൈലാസനാഥ ക്ഷേത്രം, എൽഫാൻഡ ഗുഹയിലെ ശില്പങ്ങൾ എന്നിവ നിർമ്മിക്കപ്പെട്ടത് ഏതു രാജവംശത്തിൻ്റെ കാലത്താണ്? രാഷ്ട്രകൂടന്മാർ. ഇന്ത്യയിലെ ആദ്യ സമുദ്രാന്തര ടണൽ നിലവിൽ വരുന്ന നഗരം? ഇന്ത്യയിലെ ആദ്യ സമുദ്രാന്തര ടണൽ നിലവിൽ വരുന്ന നഗരം മുംബൈ. ഭാവിയിലേക്കുള്ള മികച്ച അത്ലറ്റിക് താരങ്ങളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനായി കേരള കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി? ഭാവിയിലേക്കുള്ള മികച്ച അത്ലറ്റിക് താരങ്ങളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനായി കേരള കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി? സ്പ്രിന്റ്. ഇന്ത്യ ഏത് രാജ്യവുമായി നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് ഡസ്റ്റ്ലിക് 2? ഇന്ത്യ ഏത് രാജ്യവുമായി നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് ഡസ്റ്റ്ലിക് 2? ഉസ്ബെക്കിസ്ഥാൻ. വനിതകൾക്ക് രാത്രിജോലിയുടെ പേരിൽ നിയമനം നിഷേധിക്കരുതെന്ന് വിധി പുറപ്പെടുവിപ്പിച്ച ഹൈക്കോടതി? വനിതകൾക്ക് രാത്രിജോലിയുടെ പേരിൽ നിയമനം നിഷേധിക്കരുതെന്ന് വിധി പുറപ്പെടുവിപ്പിച്ച ഹൈക്കോടതി? കേരള ഹൈക്കോടതി. സമഗ്ര പാലിയേറ്റീവ് വയോജന പരിപാലനത്തിന് കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി? സമഗ്ര പാലിയേറ്റീവ് വയോജന പരിപാലനത്തിന് കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി? അരികെ. കേരളത്തിലെ ആദ്യ ഭൂഗർഭ വൈദ്യുതി സബ്സ്റ്റേഷൻ നിലവിൽ വരുന്ന സ്ഥലം? കേരളത്തിലെ ആദ്യ ഭൂഗർഭ വൈദ്യുതി സബ്സ്റ്റേഷൻ നിലവിൽ വരുന്ന സ്ഥലം? കലൂർ. അന്തരിച്ച കവയത്രി സുഗതകുമാരിയുടെ പേരിൽ സുഗതം എന്ന പാർക്ക് നിലവിൽ വരുന്നത് എവിടെ? അന്തരിച്ച കവി സുഗതകുമാരിയുടെ പേരിൽ സുഗതം എന്ന പാർക്ക് നിലവിൽ വരുന്നത് എവിടെ? തിരുവനന്തപുരം. ഇന്ത്യയിൽ ആദ്യമായി എഞ്ചിനീയറിംഗ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനം? ഇന്ത്യയിൽ ആദ്യമായി എഞ്ചിനീയറിംഗ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനം? കർണാടക. രാജ്യാന്തര വനിതാ ക്രിക്കറ്റിൽ 10,000 റൺസ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരം? രാജ്യാന്തര വനിതാ ക്രിക്കറ്റിൽ 10,000 റൺസ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരം? മിതാലി രാജ്. ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിലിം ആർക്കിവിസ്റ്റ് പുരസ്കാരം നേടിയ നടൻ? ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിലിം ആർക്കിവിസ്റ്റിന്റെ പുരസ്കാരം നേടിയ നടൻ? അമിതാഭ് ബച്ചൻ. ഒരു പ്രത്യേക ദിശയിൽ വസ്തുക്കൾക്കുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ്? ഒരു പ്രത്യേക ദിശയിൽ വസ്തുക്കൾക്കുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് സ്ഥാനാന്തരം. യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരത്തെ വിളിക്കുന്ന പേര്? യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരത്തെ വിളിക്കുന്ന പേര്? പ്രവേഗം. പ്രവേഗത്തിൻ്റെ യൂണിറ്റ്? പ്രവേഗത്തിൻ്റെ യൂണിറ്റ് മീറ്റർ സെക്കൻഡ്. ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖ സമചലനത്തിനോ മാറ്റം വരുത്തുവാനുള്ള കഴിവില്ലായ്മയ്ക്ക് പറയുന്ന പേര്? ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖ സമചലനത്തിനോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയ്ക്ക് പറയുന്ന പേര് ജഡത്വം. ന്യൂട്ടൻ്റെ എത്രാമത്തെ ചലന നിയമമാണ് ജഡത്വ നിയമം എന്നറിയപ്പെടുന്നത്? ന്യൂട്ടൻ്റെ എത്രാമത്തെ ചലന നിയമമാണ് ജഡത്വ നിയമം എന്നറിയപ്പെടുന്നത്? ഒന്നാം ചലന നിയമം. ഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ്? ഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ്?
സർ ഐസക് ന്യൂട്ടൺ. പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം. പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ന്യൂക്ലിയർ ബലം. ഭൂമിയിൽ ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെ? ഭൂമിയിൽ ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെ? ധ്രുവങ്ങളിൽ. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ബാരോമീറ്റർ. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഗുരുത്വാകർഷണ ബലം. മികച്ച കർഷക വനിതയ്ക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം ഏത്? മികച്ച കർഷക വനിതയ്ക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം ഏത്? കർഷക തിലകം. പ്രഥമ നിശാഗന്ധി പുരസ്കാരം നേടിയത് ആര്? പ്രഥമ നിശാഗന്ധി പുരസ്കാരം നേടിയത് ആര്? മൃണാളിനി സാരാഭായ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയിരുന്നത് ആര്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയിരുന്നത് ആര്? ഇ.കെ. നായനാർ. വ്യവസായ മലിനീകരണത്തിൻ്റെ ഫലമായുണ്ടായ മാർജാര നൃത്തരോഗം അഥവാ മീനമാത രോഗം ആദ്യമായി കാണപ്പെട്ട രാജ്യം ഏത്? വ്യവസായ മലിനീകരണത്തിൻ്റെ ഫലമായുണ്ടായ മാർജാര നൃത്തരോഗം അഥവാ മീനമാത രോഗം ആദ്യമായി കാണപ്പെട്ട രാജ്യം ഏത്? ജപ്പാൻ. കേരളത്തിലെ ഏക മയിൽ വളർത്തൽ കേന്ദ്രം ഏത്? കേരളത്തിലെ ഏക മയിൽ വളർത്തൽ കേന്ദ്രം ഏത്? ചൂളന്നൂർ. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് EMS നമ്പൂതിരിപ്പാട്. ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി ആര്? ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി ആര്? KR നാരായണൻ. ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്ന ദിവസം ഏത്? ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്ന ദിവസം ഏത്? ഫെബ്രുവരി 2. ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏത്? ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏത്? മാനസ സരോവർ തടാകം ടിബറ്റിലാണ്. കേരളത്തിൽ കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രദേശം ഏത്? കേരളത്തിൽ കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രദേശം ഏത്? ചിറ്റൂർ.